PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 2024 അമെൻമെൻറ്റ് പ്രകാരം KCS റൂൾസിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. 2024 അമെൻമെൻറ്റ് പ്രകാരം KCS റൂൾസ് അല്ലെങ്കിൽ ചട്ടങ്ങളിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. KCS അമെൻമെൻറ്റ് ആക്ട് 2024 ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിയമത്തിൽ വന്ന മാറ്റങ്ങൾ 3 പാർട്ട് വീഡിയോകളായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. സഹകരണവുമായി ബന്ധപ്പെട്ട് ഇനി വരുന്ന എല്ലാ എക്സാമുകൾക്കും ആക്റ്റിലും റൂൾസിലും വന്നിട്ടുള്ള മാറ്റങ്ങൾ, നിയമത്തിലും ചട്ടങ്ങളിലും വന്നിട്ടുള്ള മാറ്റങ്ങൾ ബാധകമാണ്. മുമ്പ് പഠിച്ചു വെച്ചിരുന്ന ചില കാര്യങ്ങളിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. മാറ്റങ്ങൾ അറിഞ്ഞു തന്നെ നമ്മൾ പഠിച്ചിരിക്കണം. നമുക്കറിയാം, ആക്ട് ഇനാക്ട് ചെയ്യുന്നത് ലെജിസ്ലേച്ചറാണ്, നിയമസഭയാണ് നിയമം കൊണ്ടുവരുന്നത്. എന്നാൽ റൂൾസ് ഫ്രെയിം ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. ഒരു നിയമം എങ്ങനെ പ്രാബല്യത്തിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് റൂൾസിൽ പറയുന്നത്. റൂൾസ് ഫ്രെയിം ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. റൂൾസ് അല്ലെങ്കിൽ ചട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് ഗവൺമെൻറ്റിനുള്ള അധികാരത്തെക്കുറിച്ച് പറയുന്നത് KCS ആക്ടിൻ്റെ സെക്ഷൻ 109 സെക്ഷൻ 109 പറയുന്നത് എന്താണ്? പവർ ടു മേക്ക് റൂൾസ്. റൂൾസ് മേക്ക് ചെയ്യുന്നതിന് ഗവൺമെൻറ്റിനുള്ള അധികാരത്തെക്കുറിച്ചാണ് സെക്ഷൻ 109 പറയുന്നത്. KCS ആക്ടിന് 110 സെക്ഷൻസും 201 റൂൾസുമാണുള്ളത്. KCS ആക്ട് നിലവിൽ വന്നത് 1969 മെയ് 15 KCS റൂൾസ് നിലവിൽ വന്നത് 1969 ജൂലൈ 14 2024 ആക്റ്റിലും റൂൾസിലും അമെൻമെൻറ്റ് വന്നു. ആക്റ്റിൽ വന്ന അമെൻമെൻറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. 2024 ജൂൺ 7 KCS അമെൻമെൻറ്റ് ആക്ട് 2024 ഒഫീഷ്യലി പബ്ലിഷ് ചെയ്തത്. എന്നാൽ KCS അമെൻമെൻറ്റ് റൂൾസ് 2024 ഒഫീഷ്യലി പബ്ലിഷ് ചെയ്തത് 2024 ഡിസംബർ 31. നമുക്ക് നോക്കാം. ആദ്യം മാറ്റം വന്നിരിക്കുന്നത് 1ാമത്തെ റൂൾസിലാണ്, ഷോർട്ട് ടൈറ്റിൽ ആൻഡ് കമൻസ്മെൻറ്റ്. ഈ ഒരു റൂൾസിൽ പറയുന്നത്, ദീസ് റൂൾസ് മേ ബി കോൾഡ് ദ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് സെക്കൻഡ് അമെൻമെൻറ്റ് റൂൾസ് 2024. ഈ റൂൾസ് അറിയപ്പെടുന്നത് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് സെക്കൻഡ് അമെൻമെൻറ്റ് റൂൾസ് 2024 എന്നാണ്. 2024 സഹകരണ ചട്ടങ്ങളിൽ വന്നിട്ടുള്ള മാറ്റം അറിയപ്പെടുന്നത് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് സെക്കൻഡ് അമെൻമെൻറ്റ് റൂൾസ് 2024 എന്നാണ്. കമൻസ്മെൻറ്റ് ഡേറ്റ് നമ്മളിപ്പോൾ പറഞ്ഞു, 2024 ഡിസംബർ 31. അടുത്തത് റൂൾസ് 2 ഡെഫിനിഷൻസ്. നമുക്കറിയാം, സെക്ഷൻ 2 റൂൾസ് 2 ഡെഫിനിഷൻസ് ആണ് പറയുന്നത്. നമുക്കറിയാം, റൂൾ 2 സബ് റൂൾ എയിൽ ആക്ടിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. അതുപോലെ റൂൾ 2 സബ് റൂൾ AA കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ടിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ഈ എ ക്ലോസിന് ശേഷം അമെൻമെൻറ്റിൽ കൂട്ടിച്ചേർത്തതാണ് AI. AIയിൽ പറയുന്നത് ഓഡിറ്റ് ടീമിനെ കുറിച്ചാണ്. അപ്പോൾ ഓഡിറ്റ് ടീമിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് റൂൾ 2 സബ് റൂൾ AIയിലാണ്. ഡെഫിനിഷൻ പറയുന്നത് ഇങ്ങനെയാണ്: Audit team means a team of auditors appointed by the Director of Cooperative Audit as stipulated under subsection 9 of section 63 of the Act. KCS Amendment Act 2024 നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 63 സെക്ഷൻ 63 സബ്സെക്ഷൻ 9 ഓഡിറ്റ് ചെയ്യുന്നത് ടീം ഓഫ് ഓഡിറ്റേഴ്സ് ആണ്. ഈ ടീം ഓഫ് ഓഡിറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് DCA ആണ്. സ്റ്റേറ്റ് ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്ത് അപ്രൂവ് ചെയ്തിട്ടുള്ള ഓഡിറ്റ് സ്കീമിനനുസരിച്ചായിരിക്കണം ഈ ടീം ഓഫ് ഓഡിറ്റേഴ്സ് ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. സെക്ഷൻ 63 സബ്സെക്ഷൻ 9 പറയുന്നു, എവരി കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ കോസ് ടു ബി ഓഡിറ്റഡ് ബൈ എ ടീം ഓഫ് ഓഡിറ്റേഴ്സ് appointed by the Director of Cooperative Audit in accordance with the audit scheme approved and notified by the state government. ഇത് സെക്ഷൻ 63(9) നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഓഡിറ്റ് ടീമിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് റൂൾ 2 സബ് റൂൾ AIയിലാണ്. Audit team means a team of auditors appointed by the Director of Cooperative Audit
as stipulated under subsection 9 of section 63 of the Act. അടുത്തത് റൂൾ 2 സബ് റൂൾ എ ബി കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം. കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം സെക്ഷൻ 57 ഈ പ്രകാരം കൂട്ടിച്ചേർത്തതാണ്. കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീമിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് റൂൾ 2 സബ് റൂൾ എ ബിയിലാണ്. ഡെഫിനിഷൻ ഇങ്ങനെയാണ്: കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം മീൻസ് ദ കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ സെക്ഷൻ 57E ഓഫ് ദ ആക്ട്. കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം എന്ന് വെച്ചാൽ സഹകരണ പുനരുദ്ധാരണ ഫണ്ട് പദ്ധതി. അതായത് ദുർബലമായതോ തകർന്നുകൊണ്ടിരിക്കുന്നതോ ആയിട്ടുള്ള സഹകരണ സംഘങ്ങളെ പുനരുദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ് കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം. ഇതിനെക്കുറിച്ച് പറയുന്ന സെക്ഷനാണ് 57E. ഡിഫൈൻ ചെയ്തിരിക്കുന്നത് റൂൾ 2 സബ് റൂൾ എ ബിയിലാണ്. അടുത്ത ഡെഫിനിഷൻ റൂൾ 2 സബ് റൂൾ എച്ച് പേഴ്സൺ. പേഴ്സൺ ഇൻക്ലൂഡ്സ് ദ ഗവൺമെൻറ്, ദ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട്. KCS ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസും ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഗവൺമെൻറ്റുമാണ് പേഴ്സൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പേഴ്സൺ എന്ന് പറയുന്നത് ഗവൺമെൻറ്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട്. നേരത്തെ ഗവൺമെൻറ്റും കോപ്പറേറ്റീവ് സൊസൈറ്റീസും മാത്രമാണ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ഉൾപ്പെട്ടിരുന്നത്. ഇപ്പോൾ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. റൂൾ 2 സബ് റൂൾ എച്ചിലാണ് പേഴ്സണെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. പേഴ്സൺ ഇൻക്ലൂഡ്സ് ദ ഗവൺമെൻറ്, ദ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട്. അടുത്തത് റൂൾ 3. റൂൾ 3 എന്താണ്? ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ. രജിസ്ട്രേഷനുള്ള ആപ്ലിക്കേഷൻ എങ്ങനെ കൊടുക്കണം എന്നാണ് റൂൾ 3യിൽ പറയുന്നത്. റൂൾ 3യും അതുപോലെ സെക്ഷൻ 6ലും പറയുന്നത് ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷനാണ്. നമുക്കറിയാം, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ രജിസ്റ്റർ ചെയ്യുന്നതിന് മിനിമം 25 ആൾക്കാർ വേണം. എത്ര ആൾക്കാരുണ്ടോ അത്രയും ആൾക്കാർ ആപ്ലിക്കേഷനിൽ സൈൻ ചെയ്തിട്ടുണ്ടാവണം. ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഫോം നമ്പർ 1ലാണ്. ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ബി മെയ്ഡ് ഇൻ ഫോം നമ്പർ 1. അതുപോലെ ഡ്രാഫ്റ്റഡ് ബൈലോ അല്ലെങ്കിൽ പ്രപ്പോസ്ഡ് ബൈലോയുടെ 3 കോപ്പീസ് അറ്റാച്ച് ചെയ്യണം. ക്രെഡിറ്റ് ബാലൻസ് കാണിച്ചുകൊണ്ടുള്ള ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അറ്റാച്ച് ചെയ്യണം എന്നുണ്ടായിരുന്നു നേരത്തെ. അതിപ്പോൾ അമെൻമെൻറ്റിൽ ഒമിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്രെഡിറ്റ് ബാലൻസ് കാണിച്ചുകൊണ്ടുള്ള ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അറ്റാച്ച് ചെയ്യേണ്ടതില്ല. പിന്നെ ഷെയർ ക്യാപിറ്റലിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത ആൾക്കാരുടെ ലിസ്റ്റിൻ്റെ 2 കോപ്പീസ് അറ്റാച്ച് ചെയ്യണം. പിന്നെ RCS ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെടുന്ന മറ്റേതെങ്കിലും ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ രേഖകൾ കൂടി സബ്മിറ്റ് ചെയ്യണം. അതാണ് ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷനിൽ വരുന്നത്. ഇതിൽ ഒമിറ്റ് ചെയ്തത് ക്രെഡിറ്റ് ബാലൻസ് കാണിച്ചുകൊണ്ടുള്ള ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അറ്റാച്ച് ചെയ്യണം എന്നുള്ളതാണ്. അതിപ്പോൾ ഒമിറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റം വന്നത് റൂൾ 3 സബ് റൂൾ 6ലാണ്. റൂൾ 3 സബ് റൂൾ 6ൽ പറയുന്നത് രജിസ്ട്രേഷൻ ഫീസിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഏരിയ ഓഫ് ഓപ്പറേഷൻ അനുസരിച്ചാണ് രജിസ്ട്രേഷൻ ഫീസ് തീരുമാനിക്കുന്നത്. ഏരിയ ഓഫ് ഓപ്പറേഷൻ ഒരു താലൂക്കിനുള്ളിലാണ് എങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് 2000 രൂപയായിരുന്നു നേരത്തെ. എന്നാൽ അമെൻമെൻറ്റ് പ്രകാരം 2000 എന്നുള്ളത് 2500 ആക്കി മാറ്റി. ഏരിയ ഓഫ് ഓപ്പറേഷൻ ഒരു താലൂക്കിനുള്ളിലാണ് എങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് വരുന്നത് 2500 രൂപയാണ്. ഇനി ഒരു താലൂക്കിൽ കൂടുതലും ഒരു ഡിസ്ട്രിക്റ്റിനുള്ളിലോ ഒരു ജില്ലയ്ക്കകത്തുമാണ് എങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് 4000 രൂപയായിരുന്നു. അതിപ്പോൾ 5000 രൂപയാക്കി മാറ്റി. ഏരിയ ഓഫ് ഓപ്പറേഷൻ ഒരു താലൂക്കിൽ കൂടുതലും ഒരു ജില്ലയ്ക്കുള്ളിലുമാണ് എങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് 4000 എന്നതിന് പകരം 5000 രൂപയാക്കി മാറ്റി. ഏരിയ ഓഫ് ഓപ്പറേഷൻ ഒരു ജില്ലയാണ് വരുന്നതെങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് നേരത്തെ 5000 രൂപയായിരുന്നു. എന്നാൽ ഇപ്പോൾ അമെൻമെൻറ്റ് പ്രകാരം 6250 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് വരുന്നത്. ഏരിയ ഓഫ് ഓപ്പറേഷൻ പ്രവർത്തന മേഖല ഒരു ജില്ലയാണ് എങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് വരുന്നത് 5000 രൂപയ്ക്ക് പകരം 6250 രൂപയാണ്. ഏരിയ ഓഫ് ഓപ്പറേഷൻ ഒരു ജില്ലയ്ക്ക് മുകളിലുണ്ടെങ്കിൽ, ഒരു ജില്ലയിൽ കൂടുതലുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് നേരത്തെ 10,000 രൂപയായിരുന്നു. അതിപ്പോൾ 12,500 ആക്കി മാറ്റി.
ഒരു സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഒരു ജില്ലയിൽ കൂടുതലാണ് എങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് 10,000 രൂപ എന്നതിന് പകരം 12,500 രൂപയാക്കി മാറ്റി. ഒന്നുകൂടി പറയാം. ഏരിയ ഓഫ് ഓപ്പറേഷൻ ഒരു താലൂക്കിനുള്ളിലാണ് എങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് 2,000 രൂപയ്ക്ക് പകരം 2,500 രൂപയാണ്. ഏരിയ ഓഫ് ഓപ്പറേഷൻ ഒരു താലൂക്കിൽ കൂടുതലും ഒരു ജില്ലയ്ക്ക് ഉള്ളിലാണ് എങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് 4,000 രൂപയ്ക്ക് പകരം 5,000 രൂപയാക്കി മാറ്റി. ഏരിയ ഓഫ് ഓപ്പറേഷൻ ഒരു ജില്ലയാണ് വരുന്നതെങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് 5,000 രൂപയ്ക്ക് പകരം 6,250 രൂപയാണ്. ഏരിയ ഓഫ് ഓപ്പറേഷൻ ഒരു ജില്ലയ്ക്ക് മുകളിലാണ് എങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് വരുന്നത് 10,000 രൂപയ്ക്ക് പകരം 12,500 രൂപയാണ്. അടുത്തത് മാറ്റം വന്നിട്ടുള്ളത് റൂൾ 3 സബ് റൂൾ 7ലാണ്. 7ൽ പറയുന്നു, എവരി ആപ്ലിക്കേഷൻ ഫോർ ദ രജിസ്ട്രേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ബി സബ്മിറ്റഡ് ആൻഡ് പ്രോസസ്ഡ് ത്രൂ ഓൺലൈൻ ഓർ ഓൺ ഫിസിക്കൽ മോഡ്. ആപ്ലിക്കേഷൻ രജിസ്ട്രേഷനുള്ള ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്നത് ഫിസിക്കൽ മോഡിലോ മാറിയ ടെക്നോളജി അനുസരിച്ച് ഓൺലൈൻ ആയിട്ടോ ആവാം. അപേക്ഷ ഓൺലൈനായിട്ടോ ഫിസിക്കൽ മോഡിലോ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. എവരി ആപ്ലിക്കേഷൻ ഫോർ ദ രജിസ്ട്രേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ബി സബ്മിറ്റഡ് ആൻഡ് പ്രോസസ്ഡ് ത്രൂ ഓൺലൈൻ ഓർ ഓൺ ഫിസിക്കൽ മോഡ്. അടുത്തത് റൂൾ 4ലാണ്. റൂൾ 4ഉം സെക്ഷൻ 7ഉം പറയുന്നത് രജിസ്ട്രേഷൻ നടപടിക്രമങ്ങളെക്കുറിച്ചാണ്. രജിസ്ട്രേഷൻ കമ്പൽസറി ആയിട്ട് ചെയ്യണം. രജിസ്ട്രേഷൻ നടത്തുന്നത് രജിസ്ട്രാറാണ്. രജിസ്ട്രേഷനുള്ള ആപ്ലിക്കേഷൻ രജിസ്ട്രാർ എടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ സെക്ഷൻ 7 ക്ലോസ് എ മുതൽ എഫ് വരെയുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. മാറ്റം വന്നത് ഇവിടെയാണ്. എഫ് എന്ന് പറയുന്ന ഒരു ക്ലോസ് കൂടി പുതിയ അമെൻമെൻറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സെക്ഷൻ 7 ക്ലോസ് എഫ് ആഡ് ചെയ്തതാണ്. ഇതിൽ പറയുന്നത് ക്രെഡിറ്റ് സൊസൈറ്റീസ് 2,50,000 രൂപയും നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസ് 1,00,000 രൂപയും ഷെയർ ക്യാപിറ്റൽ കളക്ട് ചെയ്യണം എന്നാണ്. ആക്ടിൻ്റെ അമെൻമെൻറ്റിൽ നമ്മൾ പഠിച്ചതാണ്. സെക്ഷൻ 7 സബ്സെക്ഷൻ 1Fൽ പറയുന്നത് പ്രപ്പോസ്ഡ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ഹാവ് കളക്റ്റഡ് 2,50,000 ആൻഡ് നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസ് ഹാവ് കളക്റ്റഡ് 1 lakh ആസ് ദ മിനിമം ഷെയർ ക്യാപിറ്റൽ. മിനിമം ഷെയർ ക്യാപിറ്റലായിട്ട് വായ്പാ സംഘങ്ങൾ 2,50,000 രൂപയും വായ്പേതര സംഘങ്ങൾ 1,00,000 രൂപയും കളക്ട് ചെയ്യണം. ഇത് ചില സൊസൈറ്റികൾക്ക് എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. ആക്ടിൻ്റെ അമെൻമെൻറ്റിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അത് പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ നേരത്തെ എ മുതൽ ഇ വരെയുള്ള കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് രജിസ്ട്രാർ ചെക്ക് ചെയ്യണം എന്നായിരുന്നു നേരത്തെ. അത് എ മുതൽ എഫ് വരെയാക്കിയിട്ട് ഇപ്പം മാറ്റിയിട്ടുണ്ട്. അതായത് ഒരു ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ രജിസ്ട്രാർ സെക്ഷൻ 7ലെ എ മുതൽ എഫ് വരെയുള്ള കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. അതായത് സൊസൈറ്റിയുടെ പ്രവർത്തനം ആക്ടിനും റൂളിനും അനുസരിച്ചായിരിക്കണം. ഒബ്ജക്റ്റ് സെക്ഷൻ 4 അനുസരിച്ചായിരിക്കണം. ഏരിയ ഓഫ് ഓപ്പറേഷൻ സെയിം ഒബ്ജക്റ്റുള്ള സൊസൈറ്റീസുമായിട്ട് ഓവർലാപ്പ് ചെയ്യാൻ പാടില്ല. പ്രൊപ്പോസ്ഡ് ബൈലോ ആക്ടിനും റൂളിനും വിധേയമായിരിക്കണം. ബിസിനസ്സിൻ്റെ സൗണ്ട്നെസ്സിനെ കുറിച്ച് പരിശോധിക്കണം. അതിനുശേഷം വായ്പാ സംഘങ്ങളാണെങ്കിൽ 2,50,000 രൂപയും വായ്പേതര സംഘമാണെങ്കിൽ 1,00,000 രൂപയുമായിട്ട് ഉള്ള ഷെയർ ക്യാപിറ്റൽ കളക്ട് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ രജിസ്ട്രാർ രജിസ്ട്രേഷൻ നടത്തുകയുള്ളൂ. അടുത്തത് മാറ്റം വന്നത് റൂൾ 4 സബ് റൂൾ 4ലാണ്. ഇവിടെ പറയുന്നത് ഹി മേ റിക്വസ്റ്റ് ദ ചീഫ് പ്രൊമോട്ടർ ടു സബ്മിറ്റ് എ സർട്ടിഫിക്കറ്റ് ഫ്രം ദ ഫിനാൻസിംഗ് ബാങ്ക് സ്റ്റേറ്റിംഗ് ദ ക്രെഡിറ്റ് ബാലൻസ് ബൈ വേ ഓഫ് depositing the initial share capital collected from the promoting members in favor of the proposed society as per section 7 and shall be inserted. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണെങ്കിൽ 2,50,000 രൂപയും നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണെങ്കിൽ 1,00,000 രൂപയും മിനിമം ഷെയർ ക്യാപിറ്റൽ കളക്ട് ചെയ്യണം. അത് ഫിനാൻസിംഗ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ക്രെഡിറ്റ് ബാലൻസ് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി രജിസ്ട്രാർക്ക് റിക്വസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ രജിസ്ട്രാർക്ക് ആവശ്യപ്പെടാം. ഇതാണ് റൂൾ 4 സബ് റൂൾ 4ൽ പറയുന്നത്. അടുത്തത് മാറ്റം വന്നത് റൂൾ 4 സബ് റൂൾ 6ലാണ്. ഇവിടെ പറയുന്നത് രജിസ്ട്രേഷനുള്ള ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ രജിസ്ട്രാർ രജിസ്റ്റർ ചെയ്ത് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ അതിനൊരു തീരുമാനം എടുക്കേണ്ടത് നേരത്തെ
90 ദിവസത്തിനുള്ളിൽ എന്നായിരുന്നു. അത് 60 ഡേയ്സ് 60 ദിവസമാക്കി മാറ്റിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട മാറ്റമാണ്. റൂൾ 4 സബ് റൂൾ 6ലാണ് പറയുന്നത് രജിസ്ട്രേഷനുള്ള ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ രജിസ്ട്രാർ 60 ദിവസത്തിനുള്ളിലാണ് അതിനൊരു തീരുമാനം എടുക്കേണ്ടത്. അടുത്തത് റൂൾ 4 സബ് റൂൾ 8 ആഡ് ചെയ്തതാണ്. നേരത്തെ റൂൾ 4 സബ് റൂൾ 7 വരെ ഉണ്ടായിരുന്നുള്ളൂ. 8 അമെൻമെൻറ്റിൽ ആഡ് ചെയ്തതാണ്. 8ൽ പറയുന്നത് ഇൻ സൊസൈറ്റീസ് വെയർ ഓൺലൈൻ സിസ്റ്റം ഹാസ് ബീൻ ഇംപ്ലിമെൻറ്റഡ് ദ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ആൻഡ് ദ റെമിറ്റൻസ് ഓഫ് ഫീ ആൻഡ് ഓൾ അതർ ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു ഇറ്റ് ഷാൽ ബി പ്രോസസ്ഡ് ത്രൂ സച്ച് ഓൺലൈൻ സിസ്റ്റം. അതായത് ഓൺലൈൻ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള സൊസൈറ്റീസ് രജിസ്ട്രേഷനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുന്നതും റെമിറ്റൻസ് ഓഫ് ഫീയും അതർ ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു ഇറ്റ് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ട്രാൻസാക്ഷൻസ് എല്ലാം ചെയ്യുന്നതും ഓൺലൈൻ സിസ്റ്റം വഴി മതി എന്നാണ് റൂൾ 4 സബ് റൂൾ 8ൽ പറയുന്നത്. നേരത്തെ റൂൾ 4 സബ് റൂൾ 7 വരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 8 ആഡ് ചെയ്തു. 8ൽ പറയുന്നത് ഇൻ സൊസൈറ്റീസ് വെയർ ഓൺലൈൻ സിസ്റ്റം ഹാസ് ബീൻ ഇംപ്ലിമെൻറ്റഡ് the submission of application for registration and the remittance of fee and all other transactions relating to it shall be processed through such online system. അടുത്തത് പുതിയ അഡീഷനാണ് റൂൾ 4B മാനർ ഓഫ് ഇഷ്യൂയിങ് സർട്ടിഫിക്കറ്റ് ഇൻ ദ ഇവൻറ്റ് ഓഫ് ചേഞ്ച് ഓഫ് നെയിം ഓഫ് സൊസൈറ്റി. അമെൻമെൻറ്റിൽ കൂട്ടിച്ചേർത്ത പുതിയ റൂളാണ് റൂൾ 4B. റൂൾ 4A എന്തായിരുന്നു? മാനർ ഓഫ് ഇഷ്യൂയിങ് സർട്ടിഫിക്കറ്റ് ഇഫ് ദ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഈസ് ഇറിക്കവറബിളി ലോസ്റ്റ്. തിരിച്ചെടുക്കാനാകാത്ത വിധം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടാൽ ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതിനെക്കുറിച്ചാണ് റൂൾ 4A പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതും രജിസ്ട്രാറാണ്. അത് ഫോം നമ്പർ 3A രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ഫോം നമ്പർ 3ലും ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ഫോം നമ്പർ 3A ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് രജിസ്ട്രാറാണ്. റൂൾ 4A അതുപോലെ സെക്ഷൻ 8(2) അനുസരിച്ചാണ് ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെയാണ് റൂൾ 4A പറയുന്നത്. റൂൾ 4B പുതിയതാണ്. 4B പറയുന്നത് മാനർ ഓഫ് ഇഷ്യൂയിങ് സർട്ടിഫിക്കറ്റ് ഇൻ ദ ഇവൻറ്റ് ഓഫ് ചേഞ്ച് ഓഫ് നെയിം ഓഫ് സൊസൈറ്റി. സൊസൈറ്റിയുടെ പേര് ചേഞ്ച് ചെയ്താൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് എങ്ങനെയെന്നാണ് റൂൾ 4B പറയുന്നത്. ഇൻ ദ ഇവൻറ്റ് ഓഫ് ചേഞ്ച് ഓഫ് നെയിം ഓഫ് എ സൊസൈറ്റി ദ സർട്ടിഫിക്കറ്റ് ടു ബി ഇഷ്യൂഡ് ബൈ ദ രജിസ്ട്രാർ അണ്ടർ സബ്സെക്ഷൻ 2 ഓഫ് സെക്ഷൻ 10 ഷാൽ ബി ഇൻ ഫോം നമ്പർ 3B ഓഫ് അപ്പൻഡിക്സ് 2 ടു ദിസ് റൂൾ. അതായത് സൊസൈറ്റിയുടെ പേര് ചേഞ്ച് ചെയ്താൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് രജിസ്ട്രാർ ഇഷ്യൂ ചെയ്യുന്നത് സെക്ഷൻ 10(2) അനുസരിച്ച് അപ്പൻഡിക്സ് 2 പറഞ്ഞിരിക്കുന്ന ഫോം നമ്പർ 3B രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ഫോം നമ്പർ 3 ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ഫോം നമ്പർ 3A പേര് ചേഞ്ച് ചെയ്യുന്ന കേസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ഫോം നമ്പർ 3B അത് സെക്ഷൻ 10 സബ്സെക്ഷൻ 2 അനുസരിച്ചായിരിക്കണം രജിസ്ട്രാർ ഇഷ്യൂ ചെയ്യേണ്ടത്. സെക്ഷൻ 10 എന്താണ്? ചേഞ്ച് ദ നെയിം ഓഫ് സൊസൈറ്റി. സൊസൈറ്റിയുടെ പേര് ചേഞ്ച് ചെയ്യുന്നതിനെക്കുറിച്ചാണ് സെക്ഷൻ 10 പറയുന്നത്. അപ്പോൾ റൂൾ 4B പറയുന്നത് സൊസൈറ്റിയുടെ പേര് ചേഞ്ച് ചെയ്യുന്ന കേസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് രജിസ്ട്രാർ ഇഷ്യൂ ചെയ്യേണ്ടത് സെക്ഷൻ 10 സബ്സെക്ഷൻ 2 അനുസരിച്ച് അപ്പൻഡിക്സ് 2 ഫോം നമ്പർ 3B KCS റൂൾസിൻ്റെ അപ്പൻഡിക്സ് 2 എല്ലാത്തരം ഫോംസിനെ കുറിച്ചും പറയുന്നത്. ഏകദേശം 39ഓളം ഫോംസിനെ കുറിച്ച് അപ്പൻഡിക്സ് 2 പറയുന്നുണ്ട്. ഇൻ ദ ഇവൻറ്റ് ഓഫ് ചേഞ്ച് ഓഫ് നെയിം ഓഫ് എ സൊസൈറ്റി the certificate to be issued by the registrar under subsection 2 of section 10 shall be in form number 3B of appendix 2 to these rules. അടുത്തത് റൂൾ 5 റൂൾ 5 എന്താണ്? സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബൈലോസ്. ബൈലോസിൻ്റെ സബ്ജക്റ്റ് മാറ്ററിനെ കുറിച്ചാണ് റൂൾ 5 പറയുന്നത്. ബൈലോ എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് ബൈലോയാണ്. ബൈലോയ്ക്കനുസരിച്ചാണ് ആ സൊസൈറ്റി അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. സബ്ജക്റ്റ് മാറ്റർ ആക്ടിനും റൂൾസിനും എഗെയിൻസ്റ്റ് ആവരുത്. സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബൈലോയാണ് റൂൾ 5 പറയുന്നത്. അതിൽ തന്നെ
സബ്ജക്റ്റ് മാറ്ററിൽ എന്തൊക്കെ വരും? നെയിം ആൻഡ് അഡ്രസ് ഓഫ് സൊസൈറ്റി, ഏരിയ ഓഫ് ഓപ്പറേഷൻ, ഒബ്ജക്റ്റ്, ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ്, കണ്ടീഷൻസ് ഓഫ് മെമ്പർഷിപ്പ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സബ്ജക്റ്റ് മാറ്ററിൽ വരുന്നുണ്ട്. റൂൾ 5.2 സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബൈലോസ് ഓഫ് ക്രെഡിറ്റ് സൊസൈറ്റീസിനെ കുറിച്ച് പറയുന്നത്. വായ്പാ സംഘങ്ങളുടെ ബൈലോസിൻ്റെ സബ്ജക്റ്റ് മാറ്ററിനെ കുറിച്ച് പറയുന്നത് റൂൾ 5.2 മെമ്പേഴ്സിന് കൊടുക്കാവുന്ന മാക്സിമം ലോൺ എത്ര, ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എത്ര, ലോൺ കൊടുക്കേണ്ട നടപടിക്രമങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് റൂൾ 5.2 പറയുന്നത്. 5.2 ക്ലോസ് 7 വരെയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. 8 ഇപ്പോൾ ആഡ് ചെയ്തതാണ് അമെൻമെൻറ്റിൽ. അതിൽ പറയുന്നത് ഇൻകം ആൻഡ് ലയബിലിറ്റി ഓഫ് ബോറോവർ ആൻഡ് ഹിസ് റീപേയിങ് കപ്പാസിറ്റി. ബോറോവറുടെ ഇൻകം ആൻഡ് ലയബിലിറ്റിയും അതുപോലെ റീപേയിങ് കപ്പാസിറ്റിയും എന്ത് ചെയ്യണം? പരിഗണിക്കണം. അതാണ് പുതിയ അഡീഷൻ. റൂൾ 5.2 8ാമത്തെ ക്ലോസിൽ പറയുന്നു ഇൻകം ആൻഡ് ലയബിലിറ്റി ഓഫ് ബോറോവർ ആൻഡ് ഹിസ് റീപേയിങ് കപ്പാസിറ്റി. അടുത്തത് റൂൾ 9. റൂൾ 9 വന്ന മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ, റൂൾ 9 എന്താണ്? പ്രൊസീജിയർ ഫോർ അമെൻമെൻറ്റ് ഓഫ് ബൈലോ. ബൈലോ അമെൻഡ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്ന റൂളാണ് റൂൾ 9. റൂൾ 9 ക്ലോസ് 2 മാറ്റം വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഒരു സൊസൈറ്റിയുടെ ബൈലോ അമെൻഡ് ചെയ്യുന്നതിന് ജനറൽ ബോഡി മീറ്റിംഗ് കൂടണം. അതിന് 2/3 മെജോറിറ്റി റെസൊല്യൂഷൻ പാസ്സാവണം. ഇങ്ങനെ റെസൊല്യൂഷൻ പാസ്സായി കഴിഞ്ഞാൽ 1 മാസത്തിനുള്ളിൽ രജിസ്ട്രാർക്ക് ജനറൽ ബോഡി മീറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസും കൂടി വെച്ചിട്ട് ഉള്ള ആപ്ലിക്കേഷൻ അത് 1 മാസത്തിനുള്ളിൽ അയച്ചു കൊടുക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ക്ലോസ് 1 പറയുന്നത്. ക്ലോസ് 2 പറയുന്നത് no such resolution shall be valid in the case of a society having not more than 1,000 members unless intimation of the amendments proposed has been given to the members of the society in person and their full signature in token of having received the same has been obtained or by registered post or speed post or such courier services approved by the High Court of Kerala or the Government of Kerala. അതായത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഒരു സൊസൈറ്റിയുടെ ബൈലോ അമെൻഡ് ചെയ്യുന്നതിന് മെമ്പേഴ്സിനെ അറിയിക്കുന്നത് ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് 500-ൽ താഴെയാണെങ്കിൽ നേരിട്ടോ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റ് വഴിയോ സ്പീഡ് പോസ്റ്റ് വഴിയോ കേരള ഗവൺമെൻറ് അല്ലെങ്കിൽ ഹൈക്കോടതി അപ്രൂവ് ചെയ്തിട്ടുള്ള മറ്റേതെങ്കിലും കൊറിയർ സർവീസസ് വഴിയോ ആവാം. അത് ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് 500-ൽ താഴെയാണെങ്കിൽ. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. ഈ 500 എന്നുള്ളത് ഇപ്പം 1000 ആക്കി മാറ്റി. അതാണ് മാറ്റം വന്നിരിക്കുന്നത്. ഇനി 1000-ൽ കൂടുതലാണ് എങ്കിൽ in other cases it shall be sufficient if the date, time, place and agenda of such general body meeting are published in 2 vernacular dailies having wide circulation within the area of operation of the society. സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ പ്രവർത്തന പരിധിയിൽ പ്രചാരത്തിലുള്ള 2 ന്യൂസ് പേപ്പറിൽ ജനറൽ ബോഡി മീറ്റിങ്ങിൻ്റെ ഡേറ്റ്, ടൈം, പ്ലേസ്, അജണ്ട ഇതെല്ലാം കാണിച്ചുകൊണ്ട് മെമ്പേഴ്സിനെ ഇൻറ്റിമേറ്റ് ചെയ്യണം. ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് 1000-ൽ കൂടുതലാണെങ്കിൽ. 1000-ൽ കുറവാണെങ്കിൽ എന്ത് ചെയ്യാം? നേരിട്ടോ സ്പീഡ് പോസ്റ്റ് വഴിയോ രജിസ്റ്റേർഡ് പോസ്റ്റ് വഴിയോ കേരള ഗവൺമെൻറ്റോ ഹൈക്കോടതിയോ അപ്രൂവ് ചെയ്തിട്ടുള്ള കൊറിയർ സർവീസസ് വഴിയോ അറിയിക്കാം. ഇനി പറയുന്നു and the date, time, place and agenda of such general body meeting with the details of amendments proposed in the notice board of the society at the head office and branches of the society. സൊസൈറ്റിയുടെ ഹെഡ് ഓഫീസിലും അതുപോലെ ബ്രാഞ്ചസിൻ്റെയും നോട്ടീസ് ബോർഡിൽ ഈ ജനറൽ ബോഡി മീറ്റിങ്ങിൻ്റെ ഡേറ്റ്, ടൈം, പ്ലേസ്, അജണ്ട, ഡീറ്റെയിൽസ് ഓഫ് അമെൻമെൻറ്റ് പ്രൊപ്പോസ്ഡ് ഇതെല്ലാം എന്ത് ചെയ്യണം? പബ്ലിഷ് ചെയ്യണം, നോട്ടീസ് ബോർഡിൽ കാണിക്കണം. In the branches of the Kerala State Cooperative Bank within the area of operation of the society, in the Panchayat officer or the municipal officer or the regional office or the headquarter of the municipal corporation or village officer as the case may be, and also in the notice board of the offices of the Assistant Registrar General and the village, block, taluk level office of the functional registrars concerned to whom the supervision is vested, and the office of the Assistant Director Auditor and the office of the Circle Cooperative Union within which the area of operation of the society fall, and the society may also inform the date of meeting by
short message service of cellular phones or other computer devices or emails or local television channels or by exhibiting banners in prominent places within the area of operation of the society. സൊസൈറ്റിയുടെ പ്രവർത്തന പരിധിയിൽ വരുന്ന കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ബ്രാഞ്ചസിലും പഞ്ചായത്ത് ഓഫീസിലും വില്ലേജ് ഓഫീസിലും മുനിസിപ്പൽ ഓഫീസിലും റീജിയണൽ ഓഫീസ് ഓർ ദ ഹെഡ് ക്വാർട്ടർ ഓഫ് മുനിസിപ്പൽ കോർപ്പറേഷൻ, വില്ലേജ്, ബ്ലോക്ക്, താലൂക്ക് ലെവൽ ഓഫീസ് ഓഫ് ദ ഫങ്ഷണൽ രജിസ്ട്രാർസ്, അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഓഡിറ്റർ, ഓഫീസ് ഓഫ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ, ഇവിടെയൊക്കെ എന്ത് ചെയ്യണം? ഇതിൻ്റെയൊക്കെ നോട്ടീസ് ബോർഡിൽ പബ്ലിഷ് ചെയ്യണം. അത് കൂടാതെ മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ ഡിവൈസസ് ഉപയോഗിച്ച് SMS അയക്കാം, ഇമെയിൽ വഴി അറിയിക്കാം, ലോക്കൽ ടെലിവിഷൻ ചാനൽസിൽ കൊടുക്കാം. സൊസൈറ്റിയുടെ പ്രവർത്തന പരിധിയിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ബാനറിൽ കൊടുത്തും ഇൻഫോം ചെയ്യാം. ഇതൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന പോലെ തന്നെയാണ്. അപ്പോൾ റൂൾ 9 സബ് റൂൾ 2 പറയുന്നത് ഒരു സൊസൈറ്റിയുടെ ബൈലോ അമെൻഡ് ചെയ്യുന്നതിന് ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കണം. ഈ ജനറൽ ബോഡി മീറ്റിങ്ങിൻ്റെ ഇൻറ്റിമേഷൻ മെമ്പേഴ്സിന് എങ്ങനെ കൊടുക്കണം എന്നാണ് റൂൾ 9 സബ് റൂൾ 2 പറയുന്നത്. അടുത്തത് റൂൾ 9(4)(c) ആണ്. ഇതിൽ അമെൻമെൻറ്റ് ഫീസിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം SC/ST, വുമൺ, സ്കൂൾ, കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഒഴികെ മറ്റെല്ലാ സൊസൈറ്റികളുടെയും ബൈലോ അമെൻഡ് ചെയ്യുന്നതിനുള്ള ഫീസ് എന്ന് പറയുന്നത് 500 rupees ആയിരുന്നു. അത് മാറി ഇപ്പം 1000 rupees ആക്കി മാറ്റി. അപ്പോൾ ബൈലോ അമെൻഡ് ചെയ്യുന്നതിനുള്ള ഫീസ് എന്ന് പറയുന്നത് ഇപ്പം 1000 rupees ആണ്. എന്നാൽ SC/ST, സ്കൂൾ, വുമൺ, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണെങ്കിൽ ഇപ്പോഴും മാറ്റമില്ല, 50 രൂപ തന്നെയാണ്. SC/ST, വുമൺ, സ്കൂൾ, കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ബൈലോ അമെൻഡ് ചെയ്യുന്നതിനുള്ള ഫീസ് 50 രൂപ തന്നെയാണ്, മാറിയിട്ടില്ല. മറ്റെല്ലാ സൊസൈറ്റീസിൻ്റേതും 1000 രൂപയാണ്. നേരത്തെ 500 രൂപയായിരുന്നു, ഇപ്പോൾ 1000 രൂപയാക്കി മാറ്റി. റൂൾ 9 വന്നിട്ടുള്ള മാറ്റങ്ങളാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. അടുത്തത് റൂൾ 13. റൂൾ 13ൻ്റെ ഹെഡിങ്ങിൽ തന്നെ മാറ്റം വന്നിട്ടുണ്ട്. ഹെഡിങ് ഇങ്ങനെയായിരുന്നു: അമാൽഗമേഷൻ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓർ ഡിവിഷൻ ഓഫ് സൊസൈറ്റീസ്. ഇതിൻ്റെ കൂടെ അമാൽഗമേഷൻ കഴിഞ്ഞ പാട് മെർജർ എന്നുകൂടി കൂട്ടിച്ചേർത്തു. അപ്പോൾ റൂൾ 13ൻ്റെ ഹെഡിങ് അമാൽഗമേഷൻ, മെർജർ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓർ ഡിവിഷൻ ഓഫ് സൊസൈറ്റീസ് എന്നാണ്. ഇൻ ദ മാർജിനൽ ഹെഡിങ് ആഫ്റ്റർ ദ വേർഡ് ആൻഡ് സിംബൽ അമാൽഗമേഷൻ ദ വേർഡ് ആൻഡ് സിംബൽ മെർജർ ഷാൽ ബി ഇൻസേർട്ടഡ്. റൂൾ 13ൻ്റെ സബ് റൂൾസിൽ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതിൽ എവിടെയൊക്കെ അമാൽഗമേഷൻ വരുന്നുണ്ടോ അത് കഴിഞ്ഞ പാട് മെർജർ എന്ന വാക്ക് കൂട്ടിച്ചേർക്കണം. റൂൾ 13(1) പറയുന്നു: എവരി കോപ്പറേറ്റീവ് സൊസൈറ്റി ഡിസയറിംഗ് ടു എഫക്റ്റ് അമാൽഗമേഷൻ, മെർജർ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓർ ഡിവിഷൻ ഷാൽ കൺവീൻ എ മീറ്റിംഗ് ഓഫ് എ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കോൾഡ് for the purpose giving 15 clear days notice and pass resolution for amalgamation, merger, transfer of assets and liabilities or the division as the case may be by a 2/3 majority എന്നതിന് പകരം സിമ്പിൾ മെജോറിറ്റി എന്നാക്കി മാറ്റിയിട്ടുണ്ട്. സിമ്പിൾ മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ് അറ്റ് ദാറ്റ് മീറ്റിംഗ്. അതായത് 2 സൊസൈറ്റീസ് അമാൽഗമേറ്റ് ചെയ്ത് ഒരു പുതിയ സൊസൈറ്റിയായി മാറുന്നതിനും സൊസൈറ്റീസിൻ്റെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് പൂർണ്ണമായോ ഭാഗികമായോ മറ്റൊരു സൊസൈറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനും സൊസൈറ്റീസ് ഡിവൈഡ് ചെയ്യുന്നതിനുമൊക്കെ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കുകയും 2/3 മെജോറിറ്റി റെസൊല്യൂഷൻ പാസ്സാക്കുകയും വേണം എന്നാണ് നമ്മൾ പഠിച്ചത്. എന്നാൽ ഈ 2/3 മെജോറിറ്റിക്ക് പകരം ഇവിടെ സിമ്പിൾ മെജോറിറ്റിയാക്കി മാറ്റി. കേവല ഭൂരിപക്ഷം മതി എന്ന് ഭേദഗതി ചെയ്തു. ഇത് ആക്ടിൻ്റെ അമെൻമെൻറ്റിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞതാണ്. സെക്ഷൻ 14 ഈ കാര്യം പറയുന്നത്. അപ്പോൾ 2 സൊസൈറ്റീസ് അമാൽഗമേറ്റ് ചെയ്യുന്നതിനും മെർജ് ചെയ്യുന്നതിനും സൊസൈറ്റീസിൻ്റെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനും സൊസൈറ്റീസ് ഡിവൈഡ് ചെയ്യുന്നതിനുമൊക്കെ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കുകയും 2/3 മെജോറിറ്റി റെസൊല്യൂഷന് പകരം സിമ്പിൾ മെജോറിറ്റി റെസൊല്യൂഷൻ പാസ്സാക്കുകയും വേണം. ഈ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിങ്ങിൻ്റെ ഇൻറ്റിമേഷൻ കൊടുക്കുന്നത് 15 ക്ലിയർ ഡേയ്സ് മുമ്പായിരിക്കണം. ഇനി ഇൻഷ്വേർഡ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ കേസിലാണെങ്കിൽ RBIയുടെ റൈറ്റിങ്ങിലുള്ള പ്രയർ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ റെസൊല്യൂഷൻ പാസ്സാക്കാൻ പാടുള്ളൂ. അതുപോലെ അസിസ്റ്റഡ് സൊസൈറ്റീസിൻ്റെ കേസിലും രജിസ്ട്രാറുടെ പ്രയർ അപ്രൂവൽ ഉണ്ടായിരിക്കണം.
രജിസ്ട്രാറുടെ പ്രയർ അപ്രൂവലോടുകൂടിയേ റെസൊല്യൂഷൻ പാസ്സാക്കാൻ പാടുള്ളൂ അസിസ്റ്റഡ് സൊസൈറ്റീസിൻ്റെ കേസിൽ. അടുത്തത് റൂൾ 13(2)(a) ആണ്. റൂൾ 13(2)(a) പുതിയതായിട്ട് കൂട്ടിച്ചേർത്തതാണ്. അതിൽ പറയുന്നത് എവരി കോപ്പറേറ്റീവ് സൊസൈറ്റി വിച്ച് ഇൻറ്റൻഡഡ് ടു മെർജ് വിത്ത് അനദർ സൊസൈറ്റി ഷാൽ പ്രിപ്പയർ എ സ്കീം ഓഫ് മെർജർ and submit the same and pass such a resolution with a simple majority at the general body meeting of each such merging society convened for the purpose of such merger of the societies. അതായത് മെർജ് ചെയ്യപ്പെടാൻ പോകുന്ന സൊസൈറ്റികൾ ഒരു സ്കീം പ്രിപ്പയർ ചെയ്യണം. ആ സ്കീം ജനറൽ ബോഡി മീറ്റിങ്ങിൽ സബ്മിറ്റ് ചെയ്യുകയും സിമ്പിൾ മെജോറിറ്റി റെസൊല്യൂഷൻ പാസ്സാക്കുകയും വേണം. മെർജ് ചെയ്യപ്പെടാൻ പോകുന്ന സൊസൈറ്റികൾ ഒരു സ്കീം പ്രിപ്പയർ ചെയ്ത് ജനറൽ ബോഡി മീറ്റിങ്ങിൽ സബ്മിറ്റ് ചെയ്യുകയും സിമ്പിൾ മെജോറിറ്റിയിൽ റെസൊല്യൂഷൻ പാസ്സാക്കുകയും വേണം. ദ സ്കീം ഷാൽ കണ്ടെയ്ൻ ദ ഡീറ്റെയിൽസ് ഓഫ് ഈച്ച് മെർജിംഗ് സൊസൈറ്റീസ് ആസ് വെൽ ആസ് ദ അതർ ഡീറ്റെയിൽസ് സച്ച് ആസ് ഒബ്ജക്റ്റീവ്സ്, ഫങ്ഷൻസ്, ഏരിയ ഓഫ് ഓപ്പറേഷൻ, സ്ട്രക്ചർ ആൻഡ് ഡീറ്റെയിൽഡ് സ്കീം ഓഫ് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദ മെർജ്ഡ് സൊസൈറ്റീസ്. ഈ സ്കീമിൽ എന്തൊക്കെ ഉൾപ്പെടണം? മെർജിംഗ് സൊസൈറ്റീസിൻ്റെ ഡീറ്റെയിൽസ് വേണം, കൂടാതെ ഒബ്ജക്റ്റീവ്സ്, ഫങ്ഷൻസ്, ഏരിയ ഓഫ് ഓപ്പറേഷൻ, സ്ട്രക്ചർ ആൻഡ് ഡീറ്റെയിൽഡ് സ്കീം ഓഫ് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് മെർജ്ഡ് സൊസൈറ്റി. മെർജ്ഡ് സൊസൈറ്റീസിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഫങ്ഷൻസ്, ഏരിയ ഓഫ് ഓപ്പറേഷൻ, സ്ട്രക്ചർ ആൻഡ് ഡീറ്റെയിൽഡ് സ്കീം ഓഫ് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഒക്കെ ഇൻക്ലൂഡ് ആയിരിക്കണം. അടുത്തത് റൂൾ 13 സബ് റൂൾ 3 സെൻറ്റൻസിൻ്റെ കൂടെ അമാൽഗമേറ്റിൻ്റെ കൂടെ മെർജർ എന്ന് ആഡ് ചെയ്യണം. ഓൺ റെസീറ്റ് ഓഫ് ദ റിപ്പോർട്ട് ഫ്രം ദ സൊസൈറ്റി അണ്ടർ സബ് റൂൾ 2 ദ രജിസ്ട്രാർ ഷാൽ ആഫ്റ്റർ സാറ്റിസ്ഫൈയിങ് ഹിംസെൽഫ് ദാറ്റ് ദ പ്രൊസീജിയർ ഹാസ് ബീൻ പ്രോപ്പർലി ഫോളോവഡ് ഡിക്ലെയർ ദാറ്റ് ദ റെസൊല്യൂഷൻ ഹാസ് ടേക്കൺ എഫക്റ്റ് ആൻഡ് രജിസ്റ്റർ ദ അമാൽഗമേറ്റഡ് മെർജർ ഓർ ഡിവൈഡഡ് സൊസൈറ്റീസ്. അമാൽഗമേറ്റഡ് കഴിഞ്ഞിട്ട് മെർജ്ഡ് ഇല്ലായിരുന്നു, ഈ മെർജ്ഡ് ഇവിടെ ആഡ് ചെയ്യണം. അമാൽഗമേറ്റഡ്, മെർജ്ഡ് ഓർ ഡിവൈഡഡ് സൊസൈറ്റീസ്. അടുത്തത് പുതിയതായി കൂട്ടിച്ചേർത്ത റൂളാണ് റൂൾ 13(a). റൂൾ 13(a) മെൻഷൻ ചെയ്യുന്നത് പ്രൊമോഷൻ ഓഫ് സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ ദ എക്കണോമിക് വെൽഫെയർ ഓഫ് മെമ്പേഴ്സ്. റൂൾ 13(a) പുതിയതായിട്ട് കൂട്ടിച്ചേർത്തതാണ്. പ്രൊമോഷൻ ഓഫ് സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ ദ എക്കണോമിക് വെൽഫെയർ ഓഫ് മെമ്പേഴ്സ്. ഇതുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് 14(a). 13(a) 1 പറയുന്നു മോർ ദാൻ ഹാഫ് ഇൻ നോമിനൽ വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഓഫ് ദ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഷാൽ ബി ഹെൽഡ് ബൈ ദ പ്രൊമോട്ടിംഗ് സൊസൈറ്റി ആൻഡ് ഇറ്റ് ഷാൽ ബി മെയിൻറ്റെയിൻഡ് ത്രൂ ഔട്ട് ദ എക്സിസ്റ്റൻസ് ഓഫ് സച്ച് സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഇക്വിറ്റി ഷെയർസിൻ്റെ നോമിനൽ വാല്യൂവിൻ്റെ പകുതിയിലധികം പ്രൊമോട്ടിംഗ് സൊസൈറ്റീസ് ഹോൾഡ് ചെയ്യണം. ഇത് സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ നിലനിൽക്കുന്ന കാലത്തോളം മെയിൻറ്റെയിൻ ചെയ്യണം. മോർ ദാൻ ഹാഫ് ഇൻ നോമിനൽ വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഓഫ് ദ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഷാൽ ബി ഹെൽഡ് ബൈ ദ പ്രൊമോട്ടിംഗ് സൊസൈറ്റി ആൻഡ് ഇറ്റ് ഷാൽ ബി മെയിൻറ്റെയിൻ ത്രൂ ഔട്ട് ദ എക്സിസ്റ്റൻസ് ഓഫ് സച്ച് സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ. സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഇക്വിറ്റി ഷെയർസിൻ്റെ നോമിനൽ വാല്യൂവിൻ്റെ പകുതിയിലധികം പ്രൊമോട്ടിംഗ് സൊസൈറ്റീസ് ഹോൾഡ് ചെയ്യണം. അത് സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിലനിൽക്കുന്ന കാലത്തോളം മെയിൻറ്റെയിൻ ചെയ്യണം. റൂൾ 13(a) 2 പറയുന്നത് ദ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഷാൽ കൺവീൻ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ആസ് പെർ ദ പ്രൊവിഷൻസ് ബൈ വിച്ച് ഇറ്റ് ഈസ് രജിസ്റ്റേർഡ് ആൻഡ് ദ ആനുവൽ റിപ്പോർട്ട് ആൻഡ് ഓഡിറ്റ് റിപ്പോർട്ട് ഷാൽ ബി പ്ലേസ്ഡ് ബിഫോർ ദ ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് ദ പ്രൊമോട്ടിംഗ് സൊസൈറ്റി ഇൻ ഈച്ച് ഇയർ along with the audit findings of the auditors of the cooperative department conducted in the subsidiary institutions as per subsection 2C of section 14AA of the Act. എന്ന് വെച്ചാൽ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാം. അവരുടെ ആനുവൽ റിപ്പോർട്ടും ഓഡിറ്റ് റിപ്പോർട്ടും പ്രൊമോട്ടിംഗ് സൊസൈറ്റീസിൻ്റെ ജനറൽ ബോഡി മീറ്റിങ്ങിൽ സബ്മിറ്റ് ചെയ്യണം. അത് എല്ലാ വർഷവും, ഓരോ വർഷവും പ്രൊമോട്ടിംഗ് സൊസൈറ്റീസിൻ്റെ ജനറൽ ബോഡി മീറ്റിങ്ങിൽ ഈ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടും ആനുവൽ റിപ്പോർട്ടും സബ്മിറ്റ് ചെയ്യണം. എലോങ് വിത്ത് ദ ഓഡിറ്റ് ഫൈൻഡിങ്സ് ഓഫ് ദ ഓഡിറ്റേഴ്സ് ഓഫ് ദ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്. ഓഡിറ്റേഴ്സിൻ്റെ ഓഡിറ്റ് ഫൈൻഡിങ്സും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം
ആനുവൽ റിപ്പോർട്ടും ഓഡിറ്റ് റിപ്പോർട്ടും സബ്മിറ്റ് ചെയ്യേണ്ടത്. ഈ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റാണ് ആസ് പെർ സബ്സെക്ഷൻ 2C ഓഫ് സെക്ഷൻ 14AA ഓഫ് ദ ആക്ട്. ആക്ടിൻ്റെ സെക്ഷൻ 14AA സബ്സെക്ഷൻ 2C അനുസരിച്ചാണ് സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം റൂൾ 13A(2) പറയുന്നത് the subsidiary institution shall convene annual general body meeting as per the provisions by which it is registered, and the annual reports and audit report shall be placed before the general body meeting of the promoting society in each year, along with the audit findings of the auditors of the cooperative departments conducted in the subsidiary institutions as per subsection 2C of section 14AA of the Act. അടുത്തത് റൂൾ 13A സബ് റൂൾ 3 ആണ്. എനി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ദ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ വേ ഓഫ് ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഓർ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ബൈ ദ പ്രൊമോട്ടിംഗ് സൊസൈറ്റി ഷാൽ ബി മെറ്റ് ഫ്രം ദ ബാലൻസ് നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദ സൊസൈറ്റി ആസ് പ്രൊവൈഡഡ് അണ്ടർ സബ്സെക്ഷൻ 2 ഓഫ് സെക്ഷൻ 56 ഓഫ് ദ ആക്ട്. അതായത് പ്രൊമോട്ടിംഗ് സൊസൈറ്റി സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷന് ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഒക്കെ കൊടുക്കുന്നത് സെക്ഷൻ 56 സബ്സെക്ഷൻ 2 പ്രകാരമുള്ള ബാലൻസ് നെറ്റ് പ്രോഫിറ്റ് എന്ന് ആയിരിക്കണം. നമുക്കറിയാം സെക്ഷൻ 56 പറയുന്നത് ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ആണ്. നെറ്റ് പ്രോഫിറ്റ് എങ്ങനെ ഡിസ്പോസ് ചെയ്യണമെന്നാണ് സെക്ഷൻ 56 പറയുന്നത്. അതിൽ തന്നെ 56(1) സ്റ്റാറ്റ്യൂട്ടറി റിസർവുകളെ കുറിച്ച് പറയുന്നത്. റിസർവ് ഫണ്ട്, എഡ്യൂക്കേഷൻ ഫണ്ട്, മെമ്പർ റിലീഫ് ഫണ്ട് ഇങ്ങനെയുള്ള സ്റ്റാറ്റ്യൂട്ടറി റിസർവുകളിലേക്കെല്ലാം മാറ്റി വെച്ചതിന് ശേഷം നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് നിശ്ചിത ശതമാനം മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള നെറ്റ് പ്രോഫിറ്റിൽ നിന്നാണ് ഡിവിഡൻഡ്, ബോണസ് ഇതൊക്കെ കൊടുക്കേണ്ടത്. അതിനുശേഷം ബാക്കിയുള്ള നെറ്റ് പ്രോഫിറ്റിൽ നിന്നാണ് പ്രൊമോട്ടിംഗ് സൊസൈറ്റി സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷന് ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനായിട്ടോ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആയിട്ടോ ഫണ്ട് കൊടുക്കേണ്ടത്. A promoting society may grant further financial assistance to the subsidiary institution only by way of loans with the prior approval from the registrar, and the terms and conditions which include rate of interest and tenure of loan fixed by the registrar. Promoting society financial assistance subsidiary institution കൊടുക്കുന്നത് only by way of ലോൺസ് ആയിട്ടായിരിക്കണം വിത്ത് ദ പ്രയർ അപ്രൂവൽ ഫ്രം ദ രജിസ്ട്രാർ. രജിസ്ട്രാറുടെ പ്രയർ അപ്രൂവലോടുകൂടി ലോണായിട്ടാണ് പ്രൊമോട്ടിംഗ് സൊസൈറ്റി സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷന് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നത്. ഈ ലോണിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ടെനർ ഓഫ് ലോണിൻ്റെ കാലാവധി ഒക്കെ ഫിക്സ് ചെയ്യുന്നത് രജിസ്ട്രാറാണ്. No promoting society shall contribute more than 10% of its working capital as loan to the subsidiary institution. ഒരു പ്രൊമോട്ടിംഗ് സൊസൈറ്റിയും വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ 10% കൂടുതൽ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷന് ലോണായിട്ട് കൊടുക്കാൻ പാടില്ല. A promoting society may grant further financial assistance to the subsidiary institution only by way of loans with the prior approval from the registrar and the terms and conditions which include rate of interest and tenure of loan fixed by the registrar. No promoting society shall contribute more than 10% of its working capital as loan to the subsidiary institution. അടുത്തത് റൂൾ 13A സബ് റൂൾ 4 ആണ്. സബ് റൂൾ 4 പറയുന്നത് the government may appoint its nominees in the board of directors or in the governing body of the subsidiary institutions formed by a cooperative society or a bank which had availed any financial assistance or any portion of the financial assistance from government or where government stood as guarantor for such societies or banks. എന്ന് വെച്ചാൽ ഗവൺമെൻറ്റിന് സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലേക്കോ ഗവേണിംഗ് ബോഡിയിലേക്കോ നോമിനീസിനെ അപ്പോയിൻറ്റ് ചെയ്യാം. എന്നാൽ അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് റിസീവ് ചെയ്യുന്ന സൊസൈറ്റീസോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഒരു ഗ്യാരണ്ടറായിട്ട് ആക്ട് ചെയ്യുന്ന സൊസൈറ്റീസോ ബാങ്ക്സോ ആയിരിക്കണം.
ഈ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് റിസീവ് ചെയ്യുന്ന സൊസൈറ്റീസോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഗ്യാരണ്ടറായിട്ട് ആക്ട് ചെയ്യുന്ന സൊസൈറ്റീസോ ബാങ്ക്സോ ആയിരിക്കണം. The government may appoint its nominees in the board of directors or in the governing body of the subsidiary institutions formed by a cooperative society or a bank which had availed any financial assistance or any portion of the financial assistance from government or where government stood as guarantor for such societies or banks. ഇങ്ങനെയുള്ള സൊസൈറ്റീസിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലേക്കോ അതുപോലെ ഗവേണിംഗ് ബോഡിയിലേക്കോ ഗവൺമെൻറ്റിന് നോമിനീസിനെ അപ്പോയിൻറ്റ് ചെയ്യാം. അടുത്തത് റൂൾ 13A(5) ആണ്. അതിൽ പറയുന്നു, ദ രജിസ്ട്രാർ ഷാൾ കണ്ടക്ട് പീരിയോഡിക്കൽ ഇൻസ്പെക്ഷൻ ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് റെക്കോർഡ്സ് ആൻഡ് അക്കൗണ്ട്സ് ഇൻ ദ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഗീവ് നെസസറി ഇൻസ്ട്രക്ഷൻ ഫോർ ദ പ്രോപ്പർ വർക്കിംഗ് ഓഫ് ദ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇഫ് നെസസറി. സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ റെക്കോർഡ്സ് ആൻഡ് അക്കൗണ്ട്സ് പരിശോധിക്കാനുള്ള അധികാരം രജിസ്ട്രാർക്കുണ്ട്. കൂടാതെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഈ സൊസൈറ്റികളുടെ പ്രോപ്പർ വർക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള നെസസറി ഇൻസ്ട്രക്ഷൻ കൊടുക്കാനുള്ള അധികാരവും രജിസ്ട്രാർക്കുണ്ട്. ദ ഓഡിറ്റർ ഓർ ടീം ഓഫ് ഓഡിറ്റേഴ്സ് ഓഫ് ദ പ്രൊമോട്ടിംഗ് സൊസൈറ്റി ഷാൾ ഓഡിറ്റ് ദ അക്കൗണ്ട്സ് ഓഫ് ദ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് to the extent of the financial assistance granted to such subsidiary institution by the promoting society. പ്രൊമോട്ടിംഗ് സൊസൈറ്റീസിൻ്റെ ഓഡിറ്റേഴ്സിന് ടീം ഓഫ് ഓഡിറ്റേഴ്സിന് സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ റെക്കോർഡുകളും അക്കൗണ്ടുകളും പരിശോധിക്കാനുള്ള അധികാരമുണ്ട്. പ്രൊമോട്ടിംഗ് സൊസൈറ്റി കൊടുത്തിട്ടുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അക്കൗണ്ടുകളെല്ലാം പരിശോധിക്കാനുള്ള അധികാരം ഈ പ്രൊമോട്ടിംഗ് സൊസൈറ്റീസിൻ്റെ ഓഡിറ്റേഴ്സിന് ഉണ്ട്. The audit findings by the auditor or team of auditors shall be submitted to the promoting society as enclosure along with the statutory audit report of the promoting society, and the same shall be submitted before the general body meeting of the promoting society. Promoting societyയുടെ ഓഡിറ്റേഴ്സ് പ്രൊമോട്ടിംഗ് സൊസൈറ്റിയുടെ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഓഡിറ്റ് ഫൈൻഡിങ്സ് കൂടി സബ്മിറ്റ് ചെയ്യണം. അതായത് പ്രൊമോട്ടിംഗ് സൊസൈറ്റിയുടെ ജനറൽ ബോഡി മീറ്റിങ്ങിൽ സബ്മിറ്റ് ചെയ്യണം. റൂൾ 13A(5) പറയുന്നത് രജിസ്ട്രാർക്ക് സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ റെക്കോർഡുകളും അക്കൗണ്ടുകളും പരിശോധിക്കാനും പ്രോപ്പർ വർക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള നെസസറി ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനുമുള്ള അധികാരമുണ്ട്. പ്രൊമോട്ടിംഗ് സൊസൈറ്റീസിൻ്റെ ഓഡിറ്റേഴ്സിന് സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഓഡിറ്റുകളും അക്കൗണ്ടുകളും പരിശോധിക്കാം. അവർ കൊടുത്തിട്ടുള്ള പ്രൊമോട്ടിംഗ് സൊസൈറ്റി കൊടുത്തിട്ടുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ റെക്കോർഡുകളും അക്കൗണ്ടുകളും പ്രൊമോട്ടിംഗ് സൊസൈറ്റിയുടെ ഓഡിറ്റേഴ്സിന് പരിശോധിക്കാം. പ്രൊമോട്ടിംഗ് സൊസൈറ്റിയുടെ ഓഡിറ്റ് റിപ്പോർട്ട് സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഓഡിറ്റ് ഫൈൻഡിങ്സ് കൂടി ഈ ടീം ഓഫ് ഓഡിറ്റേഴ്സ് സബ്മിറ്റ് ചെയ്യണം. പ്രൊമോട്ടിംഗ് സൊസൈറ്റിയുടെ ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിൽ സബ്മിറ്റ് ചെയ്യണം. ഇതാണ് റൂൾ 13A(5) പറയുന്നത്. അടുത്തത് റൂൾ 13A(6) ആണ്. The Director of Cooperative Audit shall, in consultation with the Registrar, prepare scheme of audit and audit program for the auditing of subsidiary institutions. സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നതിന് ഒരു ഓഡിറ്റ് സ്കീമുണ്ട്. ആ സ്കീം പ്രിപ്പയർ ചെയ്യുന്നത് DCA ആണ്, ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണ്, ഇൻ കൺസൾട്ടേഷൻ വിത്ത് രജിസ്ട്രാർ. രജിസ്ട്രാറുമായി കൺസൾട്ട് ചെയ്ത് DCA ആണ് ഈ ഓഡിറ്റ് സ്കീം പ്രിപ്പയർ ചെയ്യുന്നത്. ഓഡിറ്റ് സ്കീമും ഓഡിറ്റ് പ്രൊഫോമയും പ്രിപ്പയർ ചെയ്യുന്നത് DCA ആണ്. അതനുസരിച്ചാണ് സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഓഡിറ്റിംഗ് നടത്തേണ്ടത്. ഇനി റൂൾ 13A(7) ആണ്. എ കോപ്പറേറ്റീവ് സൊസൈറ്റി ബേസ്ഡ് ഓൺ എ റെസൊല്യൂഷൻ പാസ്ഡ് വിത്ത് സിമ്പിൾ മെജോറിറ്റി അറ്റ് ദ ജനറൽ ബോഡി മീറ്റിംഗ് മേ വൈൻഡ് അപ്പ് എ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോംഡ് അണ്ടർ സെക്ഷൻ 14AA ഓഫ് ദ ആക്ട്. സെക്ഷൻ 14AA പ്രകാരം ഫോം ചെയ്തിട്ടുള്ള സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ വൈൻഡപ്പ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കുകയും ഒരു റെസൊല്യൂഷൻ പാസ്സാകുകയും വേണം. അതിൻ്റെ മെജോറിറ്റി എന്ന് പറയുന്നത് സിമ്പിൾ മെജോറിറ്റിയാണ്.
cooperative society based on a resolution passed with simple majority at the general body meeting may wind up a subsidiary institution formed under section 14AA of the Act. സെക്ഷൻ 14AA പ്രകാരം ഫോം ചെയ്തിട്ടുള്ള സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് ജനറൽ ബോഡി മീറ്റിംഗ് കൂടുകയും സിമ്പിൾ മെജോറിറ്റി റെസൊല്യൂഷൻ പാസ്സാവുകയും ചെയ്താൽ മതി. നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് റൂൾ 13A ആണ്, പ്രൊമോഷൻ ഓഫ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇതിൽ 1 മുതൽ 7 വരെയുള്ള സബ് റൂൾസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് റൂൾ 13B, പാർട്ട്ണർഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് തമ്മിലുള്ള പാർട്ട്ണർഷിപ്പിനെ കുറിച്ചാണ് റൂൾ 13Bയിൽ പറയുന്നത്. ഇതൊരു പുതിയ റൂളാണ്. റൂൾ 13B(1) പറയുന്നു, ദ രജിസ്ട്രാർ ഷാൾ വെരിഫൈ ദ ഫീസിബിലിറ്റി ആൻഡ് പ്രാക്ടിക്കബിലിറ്റി ഓഫ് ദ ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് ആൻഡ് ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ബൈ ദ സൊസൈറ്റീസ് ഫോർ ദ അപ്രൂവൽ ഓഫ് ദ പാർട്ട്ണർഷിപ്പ്. സൊസൈറ്റീസ് തമ്മിൽ പാർട്ട്ണർഷിപ്പ് നടത്തുന്നതിന് രജിസ്ട്രാർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കണം. ആ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽഡ് പ്രോജക്റ്റിൻ്റെ പ്രാക്ടിക്കബിലിറ്റിയും ഫീസിബിലിറ്റിയും എല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷമേ രജിസ്ട്രാർ പാർട്ട്ണർഷിപ്പിനുള്ള അപ്രൂവൽ കൊടുക്കുകയുള്ളൂ. 13B(1) പറയുന്നത്, ദ രജിസ്ട്രാർ ഷാൾ വെരിഫൈ ദ ഫീസിബിലിറ്റി ആൻഡ് പ്രാക്ടിക്കബിലിറ്റി ഓഫ് ദ ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് ആൻഡ് ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ബൈ ദ സൊസൈറ്റീസ് ഫോർ ദ അപ്രൂവൽ ഓഫ് ദ പാർട്ട്ണർഷിപ്പ്. അടുത്തത് 13B(2) ആണ്, ദ ആനുവൽ അക്കൗണ്ട്സ് ഓഫ് ദ പാർട്ട്ണർഷിപ്പ് ഓഫ് സൊസൈറ്റീസ് ഷാൽ ബി ഓഡിറ്റഡ് ബൈ എ ടീം ഓഫ് ഓഡിറ്റേഴ്സ് അപ്പോയിൻറ്റഡ് ബൈ ദ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് അല്ലെങ്കിൽ DCA അപ്പോയിൻറ്റ് ചെയ്യുന്ന ടീം ഓഫ് ഓഡിറ്റേഴ്സ് ആണ് ഈ പാർട്ട്ണർഷിപ്പ് സൊസൈറ്റീസിൻ്റെ ആനുവൽ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യുന്നത്. ദ ആനുവൽ അക്കൗണ്ട്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഓഫ് സൊസൈറ്റീസ് shall be audited by a team of auditors appointed by the Director of Cooperative Audit. The audit team shall be constituted from among the team of auditors appointed for the audit of each societies of the partnership. പാർട്ട്ണർഷിപ്പിലുള്ള ഓരോ സൊസൈറ്റീസിനും ഓരോ ടീം ഓഫ് ഓഡിറ്റേഴ്സ് ഉണ്ടായിരിക്കും. ഈ ടീം ഓഫ് ഓഡിറ്റേഴ്സിൽ നിന്നും സെലക്ട് ചെയ്തിട്ടുള്ള ഓഡിറ്റ് ടീമാണ് പാർട്ട്ണർഷിപ്പിൻ്റെ ഓഡിറ്റ് നടത്തുന്നത്. ദ ഇൻസ്പെക്ഷൻ ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് റെക്കോർഡ്സ് ഓഫ് ദ പാർട്ട്ണർഷിപ്പ് ഷാൽ ബി കണ്ടക്റ്റഡ് ബൈ ദ ഇൻസ്പെക്ഷൻ ടീം constituted under subsection 2A of section 66 of the Act at least once in a year or as and when required as per the direction of the registrar. ഈ സെക്ഷൻ 66 സബ്സെക്ഷൻ 2A പ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഇൻസ്പെക്ഷൻ ടീം ഈ പാർട്ട്ണർഷിപ്പിൻ്റെ റെക്കോർഡ്സ് ആൻഡ് അക്കൗണ്ട്സ് വെരിഫൈ ചെയ്യും. ഇങ്ങനെ ഇൻസ്പെക്ഷൻ ടീം ഇൻസ്പെക്ഷൻ നടത്തുന്നത് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഇയർ, വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നടത്തണം. അല്ലെങ്കിൽ ആസ് ആൻഡ് വെൻ റിക്വയർഡ് ആസ് പെർ ദ ഡയറക്ഷൻ ഓഫ് ദ രജിസ്ട്രാർ ആവശ്യപ്പെടുന്ന സമയത്തൊക്കെ, അല്ലെങ്കിൽ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഇൻസ്പെക്ഷൻ ടീം പാർട്ട്ണർഷിപ്പിൻ്റെ ഇൻസ്പെക്ഷൻ നടത്തണം. അതാണ് റൂൾ 13B(2) പറയുന്നത്. അടുത്തത് റൂൾ 13B(3), ഫണ്ട്സ് റിക്വയർഡ് ഫോർ ദ ഫോർമേഷൻ ആൻഡ് ഫങ്ഷനിങ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഷാൽ ബി മൊബിലൈസ്ഡ് ഫ്രം ദ പാർട്ട്ണർ സൊസൈറ്റീസ് വിത്തൗട്ട് അഫക്റ്റിംഗ് ദ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഓഫ് ദ സൊസൈറ്റീസ്. പാർട്ട്ണർഷിപ്പിലുള്ള സൊസൈറ്റീസിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെ ബാധിക്കാതെ പാർട്ട്ണർ സൊസൈറ്റീസ് അതിൻ്റെ ഫണ്ട് മൊബിലൈസ് ചെയ്യണം. പാർട്ട്ണർഷിപ്പിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് മൊബിലൈസ് ചെയ്യണം. ഫണ്ട് റിക്വയർഡ് ഫോർ ദ ഫോർമേഷൻ ആൻഡ് ഫങ്ഷനിങ് ഓഫ് പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് പാർട്ട്ണർ സൊസൈറ്റീസ് മൊബിലൈസ് ചെയ്യുന്നത് ഈ സൊസൈറ്റീസിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെ ബാധിക്കാത്ത തരത്തിലായിരിക്കണം. ദ പാർട്ട്ണർഷിപ്പ് ഷാൽ സബ്മിറ്റ് the application for raising of funds in accordance with the project report and shall submit the same to the registrar, and the registrar may in turn forward such application to the government with his suggestions and recommendations after considering the detailed project report and financial position of each partner societies. പാർട്ട്ണർഷിപ്പിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് റേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ സൊസൈറ്റികൾക്ക് ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. അത് ഏതിനനുസരിച്ചായിരിക്കണം? ഇൻ അക്കോർഡൻസ് വിത്ത് പ്രോജക്റ്റ് റിപ്പോർട്ട് ആൻഡ് ഷാൾ സബ്മിറ്റ് ദ സെയിം ടു ദ രജിസ്ട്രാർ. പ്രോജക്റ്റ് റിപ്പോർട്ടിന് അനുസരിച്ചിട്ട് ഒരു ആപ്ലിക്കേഷൻ രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്യാം. രജിസ്ട്രാർ
ഈ പാർട്ട്ണർ സൊസൈറ്റീസിൻ്റെ ഓരോ പാർട്ട്ണർ സൊസൈറ്റീസിൻ്റെയും ഫിനാൻഷ്യൽ പൊസിഷനും പ്രോജക്റ്റ് റിപ്പോർട്ടും ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ടും കൺസിഡർ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സജഷൻസും റെക്കമെൻഡേഷനോടു കൂടി ഈ ആപ്ലിക്കേഷൻ ഗവൺമെൻറ്റിന് ഫോർവേഡ് ചെയ്യും. Funds required for the formation and functioning of partnership shall be mobilized from the partner societies without affecting the financial stability of the societies. The partnership shall submit the application for raising of funds in accordance with the project report and shall submit the same to the registrar, and the registrar may in turn forward such application to the government with his suggestions and recommendations after considering the detailed project report and financial position of each part societies. ഇതാണ് റൂൾ 13B പറയുന്നത്. 13B പാർട്ട്ണർഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അടുത്തത് റൂൾ 15 ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം. 2024 KCS റൂൾസ് അമെൻമെൻറ്റിലെ 1 മുതൽ 13 വരെയുള്ള റൂൾസിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.